KSRTCയിലെ 22,095 സ്ഥിരം ജീവനക്കാർക്ക് 1 കോടി രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അതേസമയം ശമ്പളത്തിനായി 100 കോടി ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നത് വൻ ബാധ്യതയെന്ന മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ പ്രസ്താവനയ്ക്ക് മന്ത്രി മറുപടി നൽകി. KSRTCയിലെ സ്ഥിരം ജീവനക്കാർക്ക് ഗുണം കിട്ടുന്ന പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. KSRTCയും SBIയും ചേർന്നുള്ള പുതിയ ഇൻഷുറൻസ് പാക്കേജാണ് പ്രഖ്യാപിച്ചത്. അപകടത്തിൽ KSRTCയുടെ സ്ഥിരം ജീവനക്കാരിൽ ആരെങ്കിലും മരിച്ചാൽ 1 കോടി രൂപ കുടുംബത്തിന് ലഭിക്കും. ജീവനക്കാർക്ക് അപകടത്തിൽ ഗുരുതരമായ വൈകല്യം സംഭവിച്ചാൽ 80 ലക്ഷം രൂപയും ലഭിക്കുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ വിഹിതം KSRTCയാണ് മുടക്കുന്നത്. ജീവനക്കാർ ഇതിലേക്ക് വിഹിതം നൽകേണ്ടതില്ലെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. അവർക്ക് ലഭിക്കുന്നതാണത്. അവർ KSRTC ജീവനക്കാരെന്ന നിലയിൽ അവരെ മുഴുവൻ അക്കൗണ്ടുകൾ നമ്മൾ SBIക്ക് കൊടുത്തുകൊണ്ട് SBI വഴിയാണ് എല്ലാ സാലറിയും. ഇതിൻ്റെ ഒരു പാക്കേജായിട്ട് നമ്മൾ അവരോട് സംസാരിച്ച് പ്രത്യേകമായി വാങ്ങിയെടുത്തൊരു പദ്ധതിയാണത് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന്. സ്റ്റേറ്റ് ബാങ്കും KSRTCയും ചേർന്നാണ് നടപ്പിലാക്കുന്നത്. ജീവനക്കാർ യാതൊരു പ്രീമിയവും അടയ്ക്കേണ്ടതില്ല. അതുകൂടാതെ തന്നെ അവർക്ക് ഈ ആനുകൂല്യങ്ങളിൽ 5 ലക്ഷം രൂപ ലഭിക്കത്തക്ക രീതിയിൽ അവർക്ക് ജീവനക്കാർക്ക് 4 പേര്, ഭാര്യയും 2 മക്കളും, അല്ലെങ്കിൽ പേരൻസ് ആണെങ്കിൽ അച്ഛനമ്മമാരാണെങ്കിൽ അവരെയും ചേർത്തുകൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ ഒരു ഡെത്ത്, ഈ 2 കോടി രൂപ പുറത്ത്, ഈ അപകട മരണത്തിൽ 2 കോടി കിട്ടുന്ന പുറത്ത് ഈ 4 ബന്ധുക്കൾക്ക് 5 ലക്ഷം രൂപ, ഒന്നുകിൽ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഭാര്യ മക്കൾ അങ്ങനെയുള്ളവർക്ക് ലഭിക്കും. അത് ഈ 25,000 രൂപ മുതൽ ശമ്പളം മുകളിലുള്ളവർക്കാണ് അത് ലഭിക്കുന്നത്. ശമ്പളത്തിനായി 100 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നത് വൻ ബാധ്യതയെന്ന ആന്റണി രാജുവിന്റെ പ്രസ്താവനയ്ക്കും മന്ത്രി മറുപടി നൽകി. ഞാൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ അത്ര വിദഗ്ധനല്ല. ഞാനത് എടുത്തത് എൻ്റെ വീട്ടിൽ നിന്നെടുത്ത തീരുമാനമല്ല. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുകയും 1-ാം തീയതി തന്നെ ഒരുമിച്ച് ശമ്പളം കൊടുക്കാനുള്ള നടപടി എടുക്കണം. ഞാൻ മന്ത്രിയായി വന്ന ഉടൻ തന്നെ എനിക്ക് അദ്ദേഹം ഒരു നിർദ്ദേശം തന്നു. അതിനായി എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ ഗണേഷ് കുമാർ അത് സമർപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർത്തിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുകയും ഗണേഷ് കുമാറിൻ്റെ വീട്ടിൽ നല്ല ശമ്പളം കൊടുത്തത് LDF സർക്കാർ 1-ാം തീയതി ശമ്പളം കൊടുത്തു എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തോട് പറയാം. ജീവനക്കാരെ മുഴുവൻ ക്യാൻസർ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഡ്രൈവർ, കണ്ടക്ടർ ജോലി ചെയ്യുന്നതിൽ ആരോഗ്യ പ്രശ്നമുള്ളവരെ ഓഫീസ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൂടാതെ എല്ലാ KSRTC ബസ്സുകളിലും ക്യാമറ സ്ഥാപിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.